കലാമേളയുടെ കൂടെ ഇന്ന് കോട്ടക്കലിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. കനിവ് ആ കലാമേളയുടെ കൂടെ നിന്ന് ഇത്തരമൊരു സേവനം നടത്തുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഈ തുടങ്ങുന്ന ഒന്നാം ദിവസം തന്നെ അതിന്റെ ആദ്യ നിമിഷങ്ങൾ മുതൽക്ക് തന്നെ അതിന് തുടക്കം കുറിക്കാൻ വേണ്ടി ഇതിന്റെ നേതൃത്വമൊക്കെ ഇവിടെ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനമാണ് കനിവ് കാലങ്ങളായിട്ട് നടത്തി വരുന്നത്. അതിന്റെ കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കനിവിന്റെ മുഴുവൻ നേതൃത്വത്തെയും അഭിനന്ദിക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കലാസം 35ാമത് ജില്ലാ കലോത്സവം നടക്കുന്ന വേദിയിൽ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷന്റെ ഹാളിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, കിടപ്പിലായ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ അവരെ ശുശ്രൂഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വർഷങ്ങളായിട്ട് കോട്ടക്കൽ പ്രവർത്തിച്ചു വരുന്ന കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ നമ്മുടെ പ്രദേശത്തെ വേദന അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. സ്വന്തം കുടുംബക്കാർ പോലും അടുക്കാൻ പേടിച്ചിരിക്കണമെങ്കിൽ ആവശ്യമിരിക്കുന്ന അവരുടെ അടുത്തേക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ കടന്നു ചെല്ലുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഈ കലോത്സവ വേദിയിൽ അവർ നമ്മോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അവർക്ക് മറ്റുള്ള രീതിയിലുള്ള പിരിവുകളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംവിധാനമാണ് ഈ പാലിയേറ്റീവ് എന്ന് പറയുന്നത്. അവരെ നമുക്ക് എല്ലാവർക്കും സഹായിക്കാം, ചേർത്ത് പിടിക്കാം. എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. കോട്ടക്കൽ പ്രവർത്തന മേഖലയിലെ ഭാരവാഹികളെ, പ്രത്യേകിച്ചും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്മായിൽ മാഷവർകളെ വളരെ സന്തോഷമുണ്ട്. കാരണം കിടപ്പ് രോഗികൾക്ക് ഒരു ആശ്വാസമേകുന്ന ഒരു വലിയ സംഘടനയാണ്. സന്ദർശിച്ചു നമ്മളെല്ലാവരും വളരെ തിരക്കിന്റെ ഒരു ലോകത്താണ്. ആർക്കും പരസ്പരം കാണാനോ പരിചയപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ വേദന മനസ്സിലാക്കാനോ ഒന്നും സമയമില്ലാത്ത ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ വളർന്നു വരുന്ന പുതിയ തലമുറയും അതുപോലെയാണ്. നമ്മുടെ സ്വന്തം അയൽവാസിയുടെ പേരെന്താണ് എന്നറിയാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അമേരിക്കയിലും ജപ്പാനിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അവർക്കുണ്ട്. സ്വന്തം നമ്മുടെ നാട്ടിലെ നമ്മുടെ തൊട്ടടുത്ത അയൽവാസി സുഖമില്ലാതെ കിടക്കുകയാണോ എന്നറിയാനുള്ള ഇൻഫർമേഷൻ അവർക്ക് ഇങ്ങനത്തെ ഒരു കാലത്ത് ഇതുപോലെ നമ്മുടെ കിടപ്പിലായ രോഗികളെയും അവരൊക്കെ പരിചയിച്ചെടുക്കുവാനുള്ള മരുന്നും ഭക്ഷണവും അല്ലെങ്കിൽ മറ്റു പരിചരണവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും മറ്റ് യാതൊരു താല്പര്യവുമില്ലാതെ ഇത്തരമൊരു ധാർമ്മികമായ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ഇതിന്റെ